ദുരിതാശ്വാസ നിധി, വയനാട്ടിലെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് വന്ന എല്ലാ തെറ്റുകൾക്കെതിരെയും അതിശക്തമായി പ്രതികരിച്ച ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പോലും അല്ലെങ്കിൽ യുവമോർച്ചയുടെ ഒരു നേതാവ് പോലും പിണറായി വിജയനെ തെമ്മാടിയെന്ന് ഒരു പദം ഉപയോഗിച്ച് സംസാരിച്ച് കാണത്തില്ല. ഞാൻ പരസ്യമായിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞ അത് റെജി ലൂക്കോസ് ആണത് ചോദിക്കുമ്പോഴും ഞാൻ പറയുന്നുണ്ട്, തെമ്മാടിത്തരം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ മറ്റെന്ത് പദം ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അങ്ങനെ നിൽക്കുന്ന സമയത്തും ഞാൻ ഇപ്പുറത്ത് മറ്റൊരു മേഖലയിലാണ് നിൽക്കുന്നത്. അവിടെ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ നോക്കിയില്ല. ഇന്നും വയനാട്ടിൽ ടൗൺഷിപ്പ് പൂർത്തിയാക്കിയിട്ടില്ല. അതാരും ചോദിക്കുന്നില്ല. 760 കോടി രൂപ പിരിച്ച് കൈവച്ചേക്കുകയാണ്. വർഷം 2 കഴിഞ്ഞു. അപ്പോൾ ഇത് ഈ ജനകീയ വിഷയങ്ങൾ, പ്രളയത്തിന് 5000 കോടി രൂപ പിരിച്ചു. എന്തെല്ലാം ജനകീയ വിഷയങ്ങളുണ്ട്. ഈ 5000 കോടി എന്ത് ചെയ്തു? എന്തിനാണ് ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്? 760 കോടിയിൽ ഒരു 150 കോടി മുടക്കിയാൽ മതി. അത് ബാക്കി പൈസ എടുത്ത് കട്ടോട്ടെ. ഇതെങ്കിലും ചെയ്തുകൂടെ? എന്തിനാണ് സുഹൃത്തെ നമ്മുടെ കയ്യിൽ പൈസ ഇരിക്കുമ്പം വേറെ കേന്ദ്രത്തിന്റെ പൈസ നമ്മുടെ പൈസ തന്നെയല്ലേ? അതാ ഞാൻ ചോദിച്ചത്. ഇപ്പം താങ്കൾക്ക് ഞാൻ വളരെ ലളിതമായ ഒരു ഉത്തരം പറയാം. താങ്കൾക്ക് ഏത് ഘട്ടത്തിലാണ് താങ്കൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സഹായം സ്വീകരിക്കുക? ഞാൻ ചോദിച്ചത് താങ്കൾ എന്ന് പറയുന്ന വ്യക്തിക്ക് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ കൃത്യമായ മാനദണ്ഡങ്ങളും അത് വ്യത്യാസമുണ്ട്. 900 കോടി രൂപ അവിടെ കേന്ദ്രം കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങളൊന്ന് പോയി നോക്കണം. 190 കോടി രൂപയുടെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ നദിയുടെ സൈഡ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പച്ച കള്ളത്തരമാണെന്നുള്ള കാര്യം അവിടെ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ എന്നോട് പറഞ്ഞാണ്. ഞാൻ നേരിട്ട് പോയി കണ്ടാണിതല്ല. ഈ 190 കോടി ഇനിയും ഇടിയാൻ സാധ്യതയുള്ള, ഇനിയും പൊളിയാൻ സാധ്യതയുള്ള ഒരു പ്രദേശത്ത് കേന്ദ്രത്തിൻ്റെ കയ്യിൽ നിന്ന് കടമെടുത്തുകൊണ്ട് 50 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി. ഈ 50 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ അടയ്ക്കൂ. ഈ പൈസ ആരുടെ കയ്യിലാണ് വരുന്നത്? കേന്ദ്രം കടമാണ്. ഈ പൈസ 190 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കടമെടുത്തിട്ട് 50 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി. ഈ പണം തൽക്കാലം ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഈ സർക്കാരാണ് കൈകാര്യം ചെയ്യുന്നത്. സർക്കാരിലൂടെ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഊരാളുങ്കൽ സൊസൈറ്റിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പൈപ്പ് ലൈൻ വഴി പാർട്ടിക്ക് വേണ്ട ഫണ്ട് കൊണ്ടുവരാനുള്ള പദ്ധതികളാണ് ഇവരുടെ പല കാര്യങ്ങളും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്ക് ശരിയാണ്, നമുക്ക് ഒരു പ്രശ്നം വന്നു, നമ്മുടെ കയ്യിൽ പൈസയില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ മറ്റൊരാൾക്ക് സഹായം ചോദിക്കും. ഇപ്പം വയനാട്ടിലെ പ്രശ്നം പരിഹരിക്കാൻ പൈസയില്ല, തീർച്ചയായിട്ടും കേന്ദ്രം കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും ഇറങ്ങി കേന്ദ്രത്തോട് ചോദിക്കാം. 760 കോടി രൂപ ഞാൻ കൊടുത്തു 1 ലക്ഷം. അപ്പോൾ 760 കോടി രൂപ ജനത്തിൻ്റെ കയ്യിൽ നിന്ന് പിരിച്ചു വെച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ കേന്ദ്രം തന്നില്ല എന്നുള്ള മറുപടിയാണോ പറയേണ്ടത്? എന്ത് നിങ്ങൾ ചെയ്തു എന്നതിനുള്ള ചോദ്യം നിങ്ങൾ ചോദിക്കുക. സുഹൃത്തെ, ഞാൻ പറഞ്ഞത് കേന്ദ്രം ഇതിവിടെ 29 സംസ്ഥാനങ്ങളെ മൊത്തത്തിൽ നോക്കിക്കണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മളുടെ ജനങ്ങളുടെ കയ്യിൽ നിന്നും പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ച പണം, സർക്കാർ ഖജനാവിലെ പൈസയല്ല. ജനങ്ങളോടൊരു മുഖ്യമന്ത്രി വന്ന് ദുരന്തമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം പണം ആവശ്യപ്പെട്ട് പിരിച്ചെടുത്ത പണം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തോ ഇല്ലയോ? വർഷം എത്രയായി? ഒരു വീട്, എന്തിനാണ് അവിടെ ടൗൺഷിപ്പ് പോലെ അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ട് വെക്കുന്നതാണോ? അപ്പം ഞങ്ങളുടെ സ്മാരകമായി ഒരു ദുരന്തം വരുന്ന സമയത്ത് ഇവിടെ ഞങ്ങളെ ഒരു സ്മാരകം കിടക്കണം. ഈ പാവപ്പെട്ടവൻ്റെ ദൈന്യത ഭാവിയിൽ പാർട്ടിയുടെ സ്മാരകമായിട്ട് അവിടെ നിലനിർത്തണം. അല്ലാതെ അവിടുത്തെ ജനത്തിന് 50 ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലം വീടും മേടിച്ച് അവൻ സുഖമായിട്ട് ജീവിക്കും.